Hello everyone, welcome to Maths with Deepak Krishna. പെർസെൻറ്റേജസിൻ്റെ 11th പാർട്ട് വീഡിയോ ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് സെയിൽസ് ആൻഡ് കമ്മീഷൻ. ഇപ്പോൾ 10 പാർട്ട് വീഡിയോസ് ഓൾറെഡി അപ്ലോഡഡ് ആണ്. അത് കണ്ടതിന് ശേഷം 11th പാർട്ട് കാണുക. അതോടൊപ്പം തന്നെ എല്ലാ വീഡിയോസും ലൈക്ക് ചെയ്യണം, നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് ഷെയർ ചെയ്യണം. അതോടൊപ്പം തന്നെ നിങ്ങൾ കമൻറ്റും കൂടെയും ചെയ്യണം. ഓക്കെ, നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. ഇത്രയൊക്കെയല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലേ? അപ്പോൾ ഇത്രയൊക്കെ ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ക്വസ്റ്റ്യൻ വൈസ് തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, എ സെയിൽസ്മാൻ ഈസ് അലൗഡ് 9% കമ്മീഷൻ ഓൺ ദ ടോട്ടൽ സെയിൽസ് മെയ്ഡ് ബൈ ഹിം ആൻഡ് എ ബോണസ് ഓഫ് 1% ഓൺ ദ സെയിൽസ് ഓവർ ₹20,000. ഇഫ് ദ ടോട്ടൽ ഏർണിംഗ്സ് ഓഫ് എ സെയിൽസ്മാൻ ഇസ് ₹6,800, ഫൈൻഡ് ദ ടോട്ടൽ സെയിൽ. ഓക്കെ, അപ്പോൾ ഒരു അപ്പോൾ ഇത് ഞാൻ 2 മെത്തേഡിൽ ചെയ്യാം. ആദ്യം നമ്മുടെ നോർമൽ രീതിയിലുള്ള മെത്തേഡും അത് കഴിഞ്ഞാൽ നമുക്കൊരു ഷോർട്ട് കട്ടും. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന എല്ലാം ഷോർട്ട് കട്ടായിട്ട് ആയിരിക്കും, പക്ഷേ എങ്കിലും നമ്മൾ നോർമലായിട്ട് എങ്ങനെയാണ് ചെയ്യുന്നത് അതും കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ആ നോർമൽ മെത്തേഡിൽ നിന്നാണ് നമ്മൾ ഷോർട്ട് കട്ട് വരുന്നത്. രണ്ടിൻ്റെയും പ്രോസസ്സ് സെയിം തന്നെയാണ്, പക്ഷെ നമ്മൾ വേറൊരു കാഴ്ചപ്പാടിലായിരിക്കും ഷോർട്ട് കട്ട് ചെയ്യുന്നത്. ഓക്കെ, പ്രൊസീജിയർ രണ്ടും സെയിം തന്നെയാണ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോർമൽ മെത്തേഡ് നോക്കാം. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞത് ഒരു സെയിൽസ്മാൻ ഉണ്ട്. ആ സെയിൽസ്മാനിന് 9% കമ്മീഷൻ കിട്ടും. കുറച്ച് സാധനം വിറ്റ് കഴിയുമ്പോൾ 9% ആയിരിക്കും അയാളുടെ കമ്മീഷൻ. ഇനി അയാൾ സെല്ല് ചെയ്യുന്നത് 2,000 രൂപയ്ക്ക് കൂടുതൽ സെല്ല് ചെയ്യുകയാണെങ്കിൽ അയാൾക്കൊരു ബോണസും കൂടെ കിട്ടും, അഡീഷണൽ 1% കൂടെ കിട്ടും. അതായത് ആദ്യം ഒരു 9% ഉണ്ടാവും, പിന്നെ അതിൻ്റെ കൂടെ ഒരു 1% കൂടെ, അതായത് 10% അയാൾക്ക് കമ്മീഷൻ കിട്ടും, ബോണസ് ആയിട്ട് കിട്ടും. കമ്മീഷൻ പ്ലസ് ബോണസ് 10%. എപ്പോൾ 20,000-ൽ കൂടുതൽ സെയിൽ നടന്നാൽ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ഏർണിംഗ് ഓഫ് എ സെയിൽസ്മാൻ 6,800, 6,800 അയാൾക്ക് കമ്മീഷനായിട്ട് കിട്ടിയത്, പൈസ അയാളുടെ സാലറി ആയിട്ട് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അയാൾ എത്ര രൂപയ്ക്ക് സെയിൽസ് നടത്തി, അതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ നമുക്ക് ടോട്ടൽ സെയിൽസ് ആണ് കാണേണ്ടത്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ലെറ്റ് ടോട്ടൽ സെയിൽസ് ബി എക്സ് എന്ന് കൊടുക്കുന്നു. ലെറ്റ് ടോട്ടൽ സെയിൽസ് ബി എക്സ്. ഓക്കെ, എക്സ് ആയിട്ട് എടുത്തു. അങ്ങനെയാണെങ്കിൽ അയാളുടെ ഏർണിങ്സ് എന്ന് പറയുന്നത്, അയാൾക്ക് കിട്ടുന്ന പൈസ, അയാളുടെ സാലറി, ഓക്കെ, അയാളുടെ ഏർണിങ്സ് എന്ന് പറയുന്നത്, ഏർണിങ്സ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും? അയാൾക്ക് കിട്ടുന്ന കമ്മീഷനും പ്ലസ് അയാൾക്ക് കിട്ടുന്ന ബോണസും ആയിരിക്കും അല്ലേ? സോ കമ്മീഷൻ പ്ലസ് ബോണസ് ഇതായിരിക്കും അയാളുടെ ഏർണിങ്സ്, സെയിൽസ്മാൻ്റെ ഏർണിങ്സ്. കമ്മീഷൻ എന്ന് പറയുന്ന എത്രയായിരിക്കും? 9% ഓഫ് ദ സെയിൽസ് ആണ് അയാൾക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നത്. 9% കമ്മീഷൻ. 9% ഏതിൻ്റെ? ടോട്ടൽ സെയിൽസ് എക്സ് ആണ്, എക്സിൻ്റെ 9% ആയിരിക്കും കമ്മീഷൻ. ഓക്കെ, സോ ഇറ്റ് ഈസ് എക്സിൻ്റെ 9%. ഓക്കെ, എക്സിൻ്റെ 9% പ്ലസ് ഇനി അയാളുടെ ബോണസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബോണസ് എന്ന് പറയുന്നത് 20,000-ൻ്റെ മേലെ സെയിൽസ് നടത്തുകയാണെങ്കിൽ അയാൾക്ക് എത്രയായിരിക്കും? 1% ആയിരിക്കും ബോണസ് ഉണ്ടാകുന്നത്. അതായത് ടോട്ടൽ സെയിൽ നടത്തിയത് എക്സ് റുപ്പീസിനാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ 9% നമ്മളിവിടെ കമ്മീഷനായിട്ട് എടുത്തു കഴിഞ്ഞു. എല്ലാ സെയിൽസിൻ്റെയും 9% അയാൾക്ക് കമ്മീഷൻ കിട്ടി. ഇനി 20,000 കൂടുതൽ സെയിൽസ് നടത്തിയാൽ അതിൽ അയാൾക്ക് 1%-ൻ്റെ ബോണസ് കിട്ടും. അതിനർത്ഥം അയാൾ എത്ര രൂപയുടെ സെയിൽസ് നടത്തുമ്പോഴാണ് ആ 1% കിട്ടുന്നത്? എക്സിൽ നിന്നും ആ 20,000 സബ്ട്രാക്ട് ചെയ്യുന്ന എമൗണ്ടിനായിരിക്കും അയാൾക്ക് എന്ത് കിട്ടുന്നത്? ബോണസ് കിട്ടുന്നത്, 1% ബോണസ്. ഈ എമൗണ്ടിൻ്റെ 1% ആയിരിക്കും ബോണസ്. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ എക്സ് മൈനസ് 20,000 ഇതിൻ്റെ 1%. ഓക്കെ, 1% ഇതായിരിക്കും ബോണസ്. ഏർണിങ്സ് തന്നിട്ടുണ്ട്. ഏർണിങ്സ് എത്രയാണ്? ഇറ്റ് ഈസ് 6,800. അപ്പോൾ ഇവിടെ ചെയ്യുമ്പോൾ 6,800 ഈസ് ഈക്വൽ ടു എക്സിൻ്റെ 9%. ഓക്കെ, അത് ഞാൻ നമുക്ക് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ചെയ്യാം. സോ 9% ഓഫ് എക്സ് പ്ലസ് ഇനി ഈ 1% വെച്ച് ഇവർ രണ്ടുപേരും ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുന്നു. സോ 1% ഇൻറ്റു എക്സ്, ദാറ്റ് മീൻസ് എക്സ് ഇൻറ്റു 1%. ഓക്കെ, എക്സ് ഇൻറ്റു 1% മൈനസ്, ഇവിടെ മൈനസ് ആണ്. ഇനി -2,000-ഉം 1%-ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് ഇത് വെച്ചിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ 1% ഇൻറ്റു എക്സ്, പിന്നെ 1% ഇൻറ്റു -20,000.
അപ്പോൾ 20,000-ൻ്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? അത് 2 സീറോസ് ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ ദാറ്റ് ഈസ്, അത് ഞാൻ ഒരു സ്റ്റെപ്പും കൂടി ആയിട്ട് നമുക്ക് അത് ചെയ്യാം. 20,000-ൻ്റെ 1%. ഓക്കെ, അപ്പോൾ ഇവിടെ ആൻസർ എത്ര കിട്ടും? 6,800 ഈസ് ഈക്വൽ ടു 9% ഓഫ് എക്സ് പ്ലസ് 1% ഓഫ് എക്സ്. അതിനർത്ഥം എത്രയാണ്? 10% ഓഫ് എക്സ്. ഇതിൽ എക്സ് കോമൺ ആയിട്ട് പുറത്തെടുത്തു കഴിഞ്ഞാൽ 9% പ്ലസ് 1%. അപ്പോൾ എത്രയാണ്? 9 + 1 10. അപ്പോൾ 10% ഓഫ് എക്സ് എന്ന് എഴുതാം. 10% ഓഫ് എക്സ് അല്ലെങ്കിൽ എക്സ് ഇൻറ്റു 10% മൈനസ് 20,000. ഓക്കെ, 20,000-ൻ്റെ 1%, അതായത് 2 സീറോസ് ക്യാൻസൽ ചെയ്ത് കളയുമ്പോഴത്തേക്കും 200. ഇനി മൈനസ് 200 ഇപ്പുറത്ത് വരുമ്പോൾ പ്ലസ് 200 ആവും. അപ്പോൾ 6,800 പ്ലസ് 200 ഈസ് ഈക്വൽ ടു എക്സ് ഇൻറ്റു 10%. 10%-ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/10 ആണ്, അല്ലെങ്കിൽ 10/100. ദാറ്റ് ഈസ് 1/10. 1/10. അപ്പോൾ ഇവിടെ എത്ര വന്നു? 7,000 ഈസ് ഈക്വൽ ടു x/10. അപ്പോൾ നമുക്ക് എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടും? എക്സ് ഈസ് ഈക്വൽ ടു 7,000 ഇൻറ്റു 10. അപ്പോൾ എത്രയായിരിക്കും? 70,000. ഇതായിരിക്കും ആൻസർ, ഓപ്ഷൻ ഡി. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും നമ്മുടെ നോർമൽ മെത്തേഡ്. ഇത്രയും സ്റ്റെപ്പ് ചെയ്യണം. ഓക്കെ, ഇനി ഇതിൻ്റെ ട്രിക്ക് നോക്കാം. ഇവിടെ നമ്മൾ 20,000 റുപ്പീസ് ഇവിടെ ഉണ്ട്. 20,000. അപ്പോൾ 20,000 വരെ സെയിൽസ് നടത്തി കഴിഞ്ഞാൽ അയാൾക്ക് കിട്ടും 9% കമ്മീഷൻ. 20,000-നെക്കാട്ടും കൂടുതൽ സെയിൽസ് നടത്തി കഴിഞ്ഞാൽ 1% ബോണസ് കിട്ടും. അതിനർത്ഥം 9% കിട്ടും, പിന്നെ 1% കിട്ടും. 10% ആയിരിക്കും അയാൾക്ക് ആ സെയിൽസിൽ നിന്നും അയാൾക്ക് കിട്ടുന്ന ഏർണിങ്സ്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 10%. ഇതിന് മേലെയുള്ള വാല്യൂസിന് ഫുള്ളും 10% കിട്ടും. ഇനി ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ജസ്റ്റ് ഒന്ന് മാനിപ്പുലേറ്റ് ചെയ്യാണ് വേറൊരു രീതിയിലോട്ട്. മൊത്തം സെയിൽസ് അയാൾ 10%-ലാണ് നടത്തിയിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതായത് ഇയാളുടെ ഏർണിങ്സ് എന്ന് പറയുന്നത് 6,800 ആണ്. ഓക്കെ, അത് ഗിവൺ ആണ്. 6,800 ആണ് അയാളുടെ ഏർണിങ്സ്. ഇനി നമ്മൾ വിചാരിക്കുന്നു ഇത് മൊത്തം സെയിൽസ് നടത്തിയത് 10%-ലാണെന്ന് വെക്കുക. ഓക്കെ, അപ്പോൾ ഈ ഇവിടം വരെയുള്ള 9%-ഏ ഉള്ളൂ. അപ്പോൾ ഈ 20,000 വരെയുള്ളതിലും കൂടെ നമ്മളൊരു അതിൻ്റെ 1%-ഉം കൂടെ കാണുക. കാരണം ഇത് ഓവറോൾ നമ്മൾ 10% ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവിടം വരെ ഉള്ളതിൻ്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 20,000-ൻ്റെ 1% എത്രയാണ്? 200 രൂപയായിരിക്കും. ഓക്കെ, 200 റുപ്പീസ്. ആ 200 റുപ്പീസ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നു. 6,800-ൻ്റെ കൂടെ ആഡ് ചെയ്തു. അപ്പോൾ എത്രയായിരിക്കും? 7,000. അപ്പോൾ ഇങ്ങനെയല്ല സെയിൽ നടന്നത്. പക്ഷെ നമ്മൾ മൊത്തത്തിൽ 10% ആണ് അയാൾക്ക് കിട്ടിയിരുന്നെങ്കിൽ 200 കൂടെ എക്സ്ട്രാ ആയിട്ട് കിട്ടും, അയാളുടെ പ്രോഫിറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ടോട്ടൽ സെയിൽസ് ഇപ്പോൾ എത്രയായിരിക്കും? 7,000-ലാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ 7,000 എന്ന് പറയുന്നത് എന്താണ് ശരിക്കും? ഈ ടോട്ടൽ സെയിൽസിൻ്റെ 10% ആണ് അല്ലേ? നമ്മളിപ്പോൾ ഓവറോൾ 10% ആണ് എടുത്തത്. ടോട്ടൽ സെയിൽസിൻ്റെ 10% ആയിരിക്കും 7,000. ഐഡിയ കിട്ടിയോ? അപ്പോൾ ഇതെന്തായിരിക്കും? ടോട്ടൽ സെയിൽസ് ഇപ്പം ഞാൻ എസ് ആയിട്ട് എടുക്കുന്നു. അപ്പോൾ ടോട്ടൽ സെയിൽസ് എസിൻ്റെ 10% ആയിരിക്കും ഈ 7,000. ഓക്കെ, അപ്പോൾ സെയിൽസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? എസ് വിൽ ബി ഈക്വൽ ടു, അപ്പോൾ ഇവിടെ 10% എന്ന് പറഞ്ഞാൽ 1/10 ആണ്, അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പും കൂടെ എഴുതാം. എസ് ഇൻറ്റു 1/10 ഈസ് ഈക്വൽ ടു 7,000. ദാറ്റ് മീൻസ് എസ് ഈസ് ഈക്വൽ ടു സെയിൽസ് എത്രയായിരിക്കും? 7,000 ഇൻറ്റു 10, ദാറ്റ് ഈസ് 70,000. ഇതൊന്ന് ഞാനൊന്ന് ചെറുതാക്കാം, എല്ലാം കൂടെ സ്ക്രീൻ ഫുള്ളുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിതാ നോർമൽ മെത്തേഡ് ഇവിടെ ഇരിക്കട്ടെ. ഓക്കെ, അപ്പോൾ ഇനി ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും സ്റ്റെപ്പ് വെച്ച് ചെയ്യുന്നതാണോ എളുപ്പം, അതോ ജസ്റ്റ് 2 സ്റ്റെപ്പിൽ കാര്യം കഴിഞ്ഞു? പക്ഷേ ഇതിൽ ക്വസ്റ്റ്യൻ ചോദിച്ചത് മീൻസ് ക്വസ്റ്റ്യനിൽ തന്ന പോലെ അല്ല നമ്മൾ ചെയ്യുന്നത്, ജസ്റ്റ് ഒന്ന് മാറ്റിയിട്ട് നമ്മൾ ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടെ പറയാം. 20,000 വരെ സെയിൽസ് നടക്കുകയാണെങ്കിൽ അയാൾക്ക് 9% ആയിരിക്കും കമ്മീഷൻ. 20,000-നെക്കാട്ടും കൂടുതൽ വന്നു കഴിഞ്ഞാൽ ഒരു എക്സ്ട്രാ 1% കൂടെ കിട്ടും. 10% ആയിരിക്കും അയാളുടെ കമ്മീഷൻ വരുന്നത്. നമ്മൾ ഇതിനെ മൊത്തത്തിൽ 10% ആയിട്ട് എടുക്കുന്നു. അയാൾക്ക് കിട്ടിയ ഏർണിങ്സ് 6,800 ആണ്. മൊത്തം അയാൾക്ക് 10% കിട്ടുകയാണെങ്കിൽ അയാൾക്ക് എത്ര രൂപയും കൂടി അധികം കിട്ടും?
ഇവിടുത്തെ മാത്രം ഈ 6,800 വരുന്നില്ല. ഈ 20,000-ൻ്റെ 9% മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ 1% റിമൈനിങ് ആണ്. അപ്പോൾ അത് എത്രയാണെന്ന് കാണുക. സോ 20,000-ൻ്റെ 1% എന്ന് പറഞ്ഞാൽ 200 രൂപയാണ്. ആ 200 രൂപയും കൂടെ ഇവിടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം സെയിൽസിൻ്റെ 10% ആയിരിക്കും ഈ 7,000 എന്ന് പറയുന്നത്. സോ മൊത്തം സെയിൽസ് എസ് ആണ്. സോ എസ് ഇൻറ്റു 10% ഈസ് ഈക്വൽ ടു 7,000. അപ്പോൾ 10%-ൻ്റെ ഫ്രാക്ഷൻ വാല്യൂ 1/10 ആണ്. സോ എസ് ഇൻറ്റു 1/10 ഈസ് ഈക്വൽ ടു 7,000. എസ് ഈസ് ഈക്വൽ ടു 70,000. റെഡി അല്ലേ? മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. നെക്സ്റ്റ്, a company allowed 12% commission on the total sales made by the salesman and a bonus of 1% on the sales over rupees 15,000 if the salesman deposited 52,350 in the company after deducting his earning from the total sales made by him. Find the total sales. ഓക്കെ, കഴിഞ്ഞ ക്വസ്റ്റ്യനിൽ അയാൾക്ക് എത്രയാണോ ഏർണിങ്സ് കിട്ടിയത് അത് കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ എന്താണ്, ഇതുവരെ ക്വസ്റ്റ്യൻ സെയിം ആണ്. ഇത്രയും വരെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ അതേ സെയിം തന്നെയാണ്. ഓക്കെ, ഇനി അയാളുടെ ഏർണിങ്സ് തരുന്നതിന് പകരം ഇവിടെ എന്താണ് തന്നിട്ടുള്ളത്? ഈ സെയിൽസ്മാൻ അയാളുടെ ഏർണിങ്സ് എടുത്തതിന് ശേഷം തിരിച്ച് കമ്പനിക്ക് 52,350 രൂപ തിരിച്ച് കൊടുത്തു. അതായത് 52,350 പ്ലസ് അയാളുടെ ഏർണിങ്സ് എന്ന് പറയുന്നതായിരിക്കും ടോട്ടൽ സെയിൽസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ വിചാരിക്കാം, ഈ തന്നിരിക്കുന്ന ഈ എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? കമ്പനിയുടെ പ്രോഫിറ്റാണ്, കമ്പനിക്ക് കിട്ടിയ പൈസയാണ് അല്ലേ? കമ്പനിക്ക് കിട്ടിയ പൈസ പ്രോഫിറ്റാണ് 52,350 പ്ലസ് അയാളുടെ ഏർണിങ്സും കൂടെ ചേർത്താൽ ടോട്ടൽ സെയിൽസ് കിട്ടും. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. 15,000 എന്ന് പറയുന്നത് ഇതാ 15,000 വരെ സെയിൽസ് നടത്തിയാൽ അയാൾക്ക് എത്രയായിരിക്കും കിട്ടുന്നത്? 12% കമ്മീഷൻ ആയിരിക്കും. ഓക്കെ, 12% കമ്മീഷൻ. 12%. 15,000-നെക്കാട്ടും മുകളിൽ സെയിൽസ് നടത്തിയാൽ, 15,000-നെക്കാട്ടും മുകളിൽ സെയിൽസ് നടത്തിയാൽ അയാൾക്ക് എത്ര കിട്ടും? അയാൾക്ക് 1% അഡീഷണൽ കിട്ടും. ദാറ്റ് മീൻസ് 12% പ്ലസ് 1% 13%. ഓക്കെ, 13%. ഇനി നമ്മൾ ഇതിൻ്റെ 1% എടുക്കുക, ഡിഫറൻസ്. ഓക്കെ, ഇതിൻ്റെ 15,000-ൻ്റെ 1% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 1% ഓഫ് 15,000 എന്ന് പറഞ്ഞാൽ 150. ഓക്കെ, നമ്മളിവിടെ സെയിൽസ്മാനിന് കിട്ടിയ ഏർണിങ്സ് നമുക്കിവിടെ തന്നിട്ടില്ല എക്സാക്റ്റ് ആയിട്ട്. കമ്പനിക്ക് കിട്ടിയ പൈസയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ കമ്പനിയുടെ പെർസ്പെക്റ്റീവിലായിരിക്കും ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ കമ്പനിക്ക് എത്ര കിട്ടി എന്ന് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. കമ്പനിക്ക് ഓക്കെ, അയാൾക്ക് ഡെപ്പോസിറ്റ് ചെയ്ത് എത്രയാണ്? 52,350. ഇത്രയും രൂപയാണ് കമ്പനിയിൽ ഡെപ്പോസിറ്റ് ചെയ്തത്. ഇങ്ങനെ വിചാരിക്കുക, മൊത്തം സെയിൽസിന് 13% ആണ് കമ്മീഷനായിട്ട് കൊടുത്തിരുന്നെങ്കിൽ, ഓക്കെ, മൊത്തം 13% ആണ് കമ്മീഷനായിട്ട് കൊടുത്തിരുന്നെങ്കിൽ എത്ര രൂപയും കൂടെ അധികം വരുമായിരുന്നു? 150 കൂടെ ഉണ്ടാവുമായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ ആ 150 അധികമുള്ളത് ഇവിടെ കുറയ്ക്കുകയാണ്. ഈ ടോട്ടലിൽ നിന്നും 150 കുറയ്ക്കുന്നു. അതായത് ആ 150 കിട്ടിയിട്ടില്ല, നമ്മൾ മൊത്തത്തിലാണ് എടുക്കുന്നത്. മൊത്തത്തിൽ എടുക്കുമ്പോഴത്തേക്കും ആ 1%-ൻ്റെ എഫക്റ്റ് എന്ത് ചെയ്യുക? ഇവിടെ കമ്പനിയുടെ പെർസ്പെക്റ്റീവ് നോക്കുമ്പോൾ കമ്പനിക്ക് കിട്ടിയതല്ല, കമ്പനിയുടെ കയ്യിൽ നിന്ന് പോകുന്നതാണ്. സെയിൽസ്മാൻ്റെ പെർസ്പെക്റ്റീവ് ആണെങ്കിൽ സെയിൽസ്മാന് കിട്ടുന്ന പൈസയാണ്. അതുകൊണ്ടാണ് നമ്മൾ അവിടെ ആഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം? സബ്ട്രാക്ട് ചെയ്യണം. സബ്ട്രാക്ട് ചെയ്യുമ്പോഴത്തേക്കും 150 സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ എത്ര വരും? 52,200. ഇത്രയും രൂപയായിരിക്കും കമ്പനിക്ക് കിട്ടുന്നത്. റെഡിയല്ലേ? കമ്പനിക്ക് കിട്ടുന്ന പൈസ. കമ്പനിക്ക് ശരിക്കും സെയിൽസിൻ്റെ ഓക്കെ, ഇതിപ്പോൾ സെയിൽസ് ആണെങ്കിൽ സെയിൽസിൻ്റെ നമ്മളിവിടെ കണക്കെടുത്ത് എത്രയാണ്? ഓവറോൾ 13% വെച്ചിട്ടാണ്. സോ 13% എന്ന് പറയുന്നത് ആർക്ക് കിട്ടുന്നതാണ്? സെയിൽസ്മാനിന് കിട്ടുന്നതാണ് അല്ലേ? സെയിൽസ്മാനിന് കിട്ടുന്നതാണ് 13%. അങ്ങനെയാണെങ്കിൽ കമ്പനിക്ക് കിട്ടുന്നത് ആ സെയിൽസിൻ്റെ എത്ര പെർസെൻറ്റേജ് ആയിരിക്കും? റിമൈനിങ് പെർസെൻറ്റേജ് ആയിരിക്കും. അതായത് 100 13 കുറച്ചാൽ 87. അപ്പോൾ കമ്പനിക്ക് കിട്ടുന്ന എത്രയായിരിക്കും? 87% ഓഫ് ദ സെയിൽസ് ആയിരിക്കും. ആ 87% എന്ന് പറയുന്നതാണ് ഈ 52,200. റെഡിയല്ലേ? അപ്പോൾ ഇവിടെ എത്രയാണ്? 87% ഓഫ് സെയിൽസ് ആണ് 52,200 എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ സെയിൽസ് ഈസ് ഈക്വൽ ടു എത്രയായിരിക്കും? 52,200 ഡിവൈഡഡ് ബൈ 87 ഇൻറ്റു 100.
അതായത് 87% എന്ന് പറഞ്ഞാൽ 87/100 ആണ്. ഓക്കെ, ഈ പെർസെൻറ്റേജ് മാറ്റിയാൽ by 100. അപ്പുറത്ത് കൊണ്ടുപോകുമ്പോൾ 100 ന്യൂമറേറ്ററിലും പോകും, 87 ഡിനോമിനേറ്ററിലോട്ടും വരും. ഇനി ഇത് ക്യാൻസൽ ചെയ്യുമ്പോഴത്തേക്കും 87 എന്ന് പറയുന്നത് 6 ടൈംസ് ആണ് 522. ഓക്കെ, 87 × 6 ചെയ്യുമ്പോൾ ഇത് കിട്ടും. സോ ആൻസർ എത്രയായിരിക്കും? 60000. ഇതായിരിക്കും ടോട്ടൽ സെയിൽസ്. ദാറ്റ് ഈസ് ഓപ്ഷൻ സി, 60,000. 6,000 അല്ല, സോറി, 60,000. റെഡി അല്ലേ? റെഡി ആണെന്ന് വിശ്വസിക്കുന്നു. റെഡി മനസ്സിലാവാത്തവരുണ്ട്. ഇതിപ്പോൾ ഫസ്റ്റ് ടൈം കാണുമ്പോഴത്തേക്കും ജസ്റ്റ് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവും. ഈ പ്രോബ്ലം തന്നെ 1-2 വട്ടം, സെയിം പ്രോബ്ലം തന്നെ ഒരു വട്ടം ഇപ്പം നോക്കി ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ഈ വീഡിയോസ് എല്ലാം കണ്ടതിന് ശേഷം ഈ പ്രോബ്ലം ഒന്നുകൂടെ എടുത്ത് ചെയ്യാം. ഒറ്റയടിക്ക് തന്നെ ചെയ്യുമ്പോൾ ചിലപ്പം ഒറ്റയടിക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ചെയ്തോ, ടൈം ഉണ്ടെങ്കിൽ അത് ചെയ്തോ, ഇപ്പം ചെയ്യുക. പക്ഷെ വൺസ് വീഡിയോ, ഈ സെയിൽസിൻ്റെ എല്ലാ വീഡിയോസും എല്ലാ ക്വസ്റ്റ്യൻസും കണ്ടതിന് ശേഷം ഒന്നുകൂടെ നിങ്ങൾ ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് കിട്ടിക്കോളും. നമ്മൾ കണ്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് അത്ര ഇത് വരത്തില്ല. നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോഴേ ഓരോ ക്വസ്റ്റ്യൻസും നമുക്ക് ചെയ്യാനുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടത്തുള്ളൂ. അതായത് ഫുള്ളി നമ്മുടെ കയ്യിൽ നിൽക്കത്തുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ ജസ്റ്റ് കാണുന്നു, അതുപോലെ ചെയ്യുന്നു, പിന്നെ അതങ്ങ് മറന്നു പോകും. റെഡി? അടുത്തത്, ഇൻ എനി ഗിവൺ മന്ത് എ മാൻ ഏൺസ് A% commission on first sale of ₹1,000 and on further sale he earns B% commission if in 2 following months his sales are ₹3,000 and ₹4,000 and he earns a commission of ₹900 and 1,300 respectively. Find the value of A and B. സിമ്പിളാണ്. ക്വസ്റ്റ്യൻ കുറച്ച് വലുതാണെന്നേ ഉള്ളൂ, ചെയ്യുന്നത് എളുപ്പമാണ്. അയാളുടെ സെയിൽസ്. ഓക്കെ, നമുക്ക് സെയിൽസ് നോക്കാം. സെയിൽസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ക്വസ്റ്റ്യൻ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പോസ് ചെയ്തിട്ട് നന്നായിട്ട് വായിച്ച് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, എന്നിട്ട് ചെയ്യുക. ഓക്കെ, ഞാൻ സ്പീഡിൽ അങ്ങ് വായിച്ച് പോകുന്നേ ഉള്ളൂ. അപ്പോൾ 2 സെയിൽസാണ് അയാൾക്ക് നടക്കുന്നത്. സെയിൽസ് നടക്കുമ്പോൾ ഫസ്റ്റ് അയാൾക്ക് ₹3,000 ഒരു സെയിൽസ് നടക്കുന്നുണ്ട്, പിന്നെ ₹4,000 സെയിൽസ് നടക്കുന്നുണ്ട്. അപ്പോൾ ₹3,000 സെയിൽസ് നടക്കുമ്പോൾ, ഓക്കെ, നമുക്ക് ₹3,000 സെയിൽസിൻ്റെ കാര്യം നോക്കാം. 3,000 നടക്കുമ്പോൾ എങ്ങനെയാണ് അയാൾക്ക് കിട്ടുന്നത്? ഹി ഏൺസ് A% commission on first sale of ₹1,000 and on further sale he earns B% commission. അതായത് 1000 രൂപ വരെ അയാൾക്ക് എത്രയായിരിക്കും? A% ആയിരിക്കും കമ്മീഷൻ. ഓക്കെ, അപ്പോൾ എത്രയായിരിക്കും? 1000ൻ്റെ A%. ഓക്കെ, 1000ൻ്റെ A% പ്ലസ് ഇനി 1000നെക്കാട്ടും കൂടുതൽ വരുന്നതിന് ഫുള്ള് അയാൾക്ക് കിട്ടുന്ന കമ്മീഷൻ എത്രയാണ്? B%. അയാൾ മൊത്തം സെയിൽസ് നടത്തി എത്രയാണ്? 3000 രൂപയ്ക്കാണ്. അപ്പോൾ ആദ്യത്തെ 1000 രൂപ വരെ A% കിട്ടും. ഇനി അടുത്ത B% എന്ന് പറഞ്ഞാൽ റിമൈനിങ് പൈസയ്ക്ക് ആയിരിക്കും B%. അപ്പോൾ 3000 നിന്ന് 1000 കുറച്ചാൽ 2000. ₹2,000 B% കമ്മീഷൻ കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താണ്? അയാളുടെ ഏർണിങ്സ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു പാറ്റേണിലാണ് സെയിൽസ് നടത്തുമ്പോൾ, 3000 രൂപയ്ക്ക് സെയിൽസ് നടത്തുമ്പോൾ അയാൾക്ക് എത്ര രൂപയാണ് ഏർണിങ്സ് ആയിട്ട് കിട്ടുന്നത്? ആ പൈസയാണ് ഇവിടെ തന്നിട്ടുള്ളത്, ₹900. ഓക്കെ, ദാറ്റ് ഈസ് ഈക്വൽ ടു 900. ഇനി രണ്ടാമത്തെ സെയിലിൽ നോക്കാം. ഇയാൾ 4000 രൂപയ്ക്ക് സെയിൽസ് നടത്തുമ്പോൾ അയാൾക്ക് എത്ര ഏർണിങ്സ് കിട്ടും? ₹1,300 ആയിരിക്കും 4000 രൂപയുടെ സെയിൽസിൽ ഹിസ് ഏർണിങ്സ്. സോ 4,000 സെയിൽസ് നടത്തിയാൽ എത്രയായിരിക്കും? ₹1,000 വരെ അയാൾക്ക് A% ആയിരിക്കും കമ്മീഷൻ, പ്ലസ് റിമൈനിങ് 4000 നിന്ന് 1000 കുറച്ചാൽ 3000. അപ്പോൾ 3000 രൂപയുടെ അയാൾക്ക് എത്ര കമ്മീഷൻ കിട്ടും? B%. ദാറ്റ് ഈസ് ഈക്വൽ ടു 1,300. റെഡി? ഇനി നമുക്ക് വേണമെങ്കിൽ ഈ പെർസെൻറ്റേജ് ക്യാൻസൽ ചെയ്യാം. അതായത് 1000ൻ്റെ A% എന്ന് പറഞ്ഞാൽ ഒരു പെർസെൻറ്റേജ് അതേ വരിയിൽ തന്നെ ക്യാൻസൽ ചെയ്യണമെങ്കിൽ 2 സീറോസ് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. പെർസെൻറ്റേജിൻ്റെ മീനിങ് എന്താണ്? ഇത് മാറ്റുകയാണെങ്കിൽ ഡിവൈഡഡ് ബൈ 100 ആണ്. അപ്പോൾ ഈ 2 സീറോ കട്ട് ചെയ്യുന്നു. അതിനെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ വെച്ച് തന്നെ കട്ട് ചെയ്യാം. ഒരു പെർസെൻറ്റേജും അതേ റോയിലുള്ള അതേ നിരയിലുള്ള 2 സീറോ കട്ട് ചെയ്തു. ഇവിടെ അതേപോലെ പെർസെൻറ്റേജ് കട്ട് ചെയ്തു, 2 സീറോ ക്യാൻസൽ ചെയ്തു. ഇവിടെയും പെർസെൻറ്റേജ് കട്ട് ചെയ്തു, 2 സീറോ ക്യാൻസൽ ചെയ്തു. ഇവിടെയും പെർസെൻറ്റേജ് കട്ട് ചെയ്തു, 2 സീറോ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 2 ഇക്വേഷൻ നമുക്ക് ഫൈനലി കാണേണ്ടത് ഫൈൻഡ് ദ വാല്യൂ ഓഫ് A + B ആണ്. അപ്പോൾ എയുടെയും ബിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എത്ര വരും? 10A. 2 ഇക്വേഷൻ ഞാനൊന്ന് എടുത്തെഴുതുന്നത്. ഇത് ഇക്വേഷൻ നമ്പർ 1, ഇക്വേഷൻ നമ്പർ 2. അപ്പോൾ വലുത് സെക്കൻഡ് ഇക്വേഷൻ ആയതുകൊണ്ട് ഞാൻ ആദ്യം അത് എഴുതുന്നു. ഓക്കെ, അപ്പം സെക്കൻഡ് ഇക്വേഷൻ എടുത്ത് എഴുതുന്നു. ദാറ്റ് ഇസ് 10A +
30B ഈസ് ഈക്വൽ ടു 1300. ഇനി ഫസ്റ്റ് ഇക്വേഷൻ എഴുതുന്നു. ഫസ്റ്റ് ഇക്വേഷൻ എന്താണ്? അതായത് 10A പ്ലസ് 20B ഈസ് ഈക്വൽ ടു 900. 10A പ്ലസ് 20B ഈസ് ഈക്വൽ ടു 900. ഈ രണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടും. എലിമിനേഷൻ മെത്തേഡായിട്ടാണ് ചെയ്യുന്നത്. അതായത് ഇവിടെ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വേരിയബിൾസിൻ്റെ കോയിഫിഷ്യൻസ്, ഏതെങ്കിലും ഒരു വേരിയബിളിൻ്റെ രണ്ട് കോയിഫിഷ്യൻസ് സെയിം ആക്കുക, എന്നിട്ട് രണ്ട് ഇക്വേഷൻ സബ്ട്രാക്ട് ചെയ്ത് കളയാം. ഇവിടെ ഓൾറെഡി 10A ഉണ്ട്, സെയിം തന്നെയാണ്. സെയിം അല്ലെങ്കിൽ ആ ഒരു കോൺസ്റ്റൻറ്റ് വെച്ച് ത്രൂ ഔട്ട് ഇക്വേഷൻ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് നമുക്കിത് സബ്ട്രാക്ട് ചെയ്യാം. മൈനസ് ചെയ്യാണ്. മൈനസ് ചെയ്യുമ്പോഴത്തേക്കും എല്ലാ സൈനും ഓപ്പോസിറ്റ് ആവും. അപ്പോൾ ഇവിടെ മൈനസ് വരും, ഇവിടെയും മൈനസ് വരും, ഇവിടെയും മൈനസ് വരും. അപ്പോൾ എത്ര വരും? 10A മൈനസ് 10A, അത് രണ്ടും ക്യാൻസലായി. ഇനി അടുത്ത 30B മൈനസ് 20B. അപ്പോൾ 30B മൈനസ് 20B എന്ന് പറഞ്ഞാൽ 10B. സോ 10B ഈസ് ഈക്വൽ ടു 1300 മൈനസ് 900 എത്ര വരും? 400. അപ്പോൾ ഇവിടെ രണ്ട് സൈഡ് ഉണ്ട്, ഓരോ സീറോസ് ക്യാൻസൽ ചെയ്ത് കളയാം. സോ B ഈസ് ഈക്വൽ ടു 40. അപ്പോൾ ബിയുടെ വാല്യൂ എത്ര കിട്ടി? 40 എന്ന് കിട്ടി. എയുടെ വാല്യൂ കിട്ടണമെങ്കിൽ ഇഷ്ടമുള്ള ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇഷ്ടമുള്ള ഇക്വേഷൻ എടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഒരു ഇക്വേഷൻ എടുക്കുന്നു. നമുക്ക് ഏതാണ്? 10A ഫസ്റ്റ് ഇക്വേഷൻ എടുക്കാം. ഇതെടുക്കാം. ഓക്കെ, സോ 10A, ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആയിപ്പോയി. അപ്പം ഞാൻ ജസ്റ്റ് ഇതിനൊന്ന് ചെറുതാക്കാം. ഇതിവിടെ വെക്കട്ടെ. ഇക്വേഷൻ ഇസ് 10A പ്ലസ് 30B. ഓക്കെ, 30B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 40 ആണ്. ഈസ് ഈക്വൽ ടു 1300. സോ 10A പ്ലസ് ഇത് എത്രയാണ്? 1200 ഈക്വൽ ടു 1300. 10A ഈസ് ഈക്വൽ ടു 1300 മൈനസ് 1200. ഇതൊക്കെ ഒറ്റ സ്റ്റെപ്പിൽ അങ്ങ് ചെയ്യാം. വെറുതെ ഞാൻ ഇങ്ങനെ ചെയ്തു പോകുന്നേ ഉള്ളൂ. നിങ്ങൾ ചെയ്യുമ്പോൾ അത് ഒഴിവാക്കുക. ഓക്കെ, രണ്ട് സീറോ ക്യാൻസൽ ചെയ്തു. സോ A ഈസ് ഈക്വൽ ടു 10 എന്ന് കിട്ടി. A 10 ആണ്, B 40 ആണ്. സോ A പ്ലസ് ബിയുടെ വാല്യൂ എത്രയാണ്? A പ്ലസ് ബി ഈസ് ഈക്വൽ ടു 10 പ്ലസ് 40, ദാറ്റ് ഈസ് ഈക്വൽ ടു 50. അപ്പോൾ ഏതായത് ഓപ്ഷൻ എ. റെഡി? സിമ്പിൾ ക്വസ്റ്റ്യൻ. ഇപ്പോൾ ചെയ്തപ്പോൾ ഇത്രയും സ്റ്റെപ്പ് ഉണ്ട്, പക്ഷേ നിങ്ങൾ ഇത് വരുമ്പോഴത്തേക്കും ഇത്രയും ഇവിടെ നിന്ന് തന്നെ B40 കിട്ടി, എന്നിട്ട് ഇവിടെ വെച്ച് തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു ഇക്വേഷനിൽ മൈൻഡിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ അത് ഫാസ്റ്റ് ആയിക്കോളും. ചെയ്ത് വരുമ്പോൾ റെഡി ആയിക്കോളും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാസ്റ്റ് വൺ. A company allows 20% commission to his salesman on the total sales and 10% bonus beside the commission on the net profit after charging such bonus from the total profit. If the total sales and profit are rupees 10 lakhs and 1,32,000, find the total earnings of the salesman. Okay, അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ളത് കമ്പനി അലൗസ് 20% കമ്മീഷൻ ടു ഹിസ് സെയിൽസ്മാൻ. 20% അയാൾക്ക് കമ്മീഷൻ കിട്ടും. ഓക്കെ, അപ്പം സെയിൽസ്മാന് കിട്ടുന്ന കമ്മീഷൻ എത്രയായിരിക്കും? കമ്മീഷനസ് 20% ഓഫ് ദി ടോട്ടൽ സെയിൽസ്, അതായിരിക്കും അയാളുടെ കമ്മീഷൻ എന്ന് പറയുന്നത്. ടോട്ടൽ സെയിൽസ് എത്രയാണ്? 10 lakh rupees ആണ്. അപ്പോൾ 10 lakhൻ്റെ 20% എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? ദാറ്റ് ഇസ് 2 lakh rupees ആയിരിക്കും. ഓക്കെ, 20% ഇൻറ്റു 10 lakh, അത് ചെയ്യുമ്പോൾ 2 lakh കിട്ടും. ഓക്കെ, 2 lakh ഇതാൾക്ക് അയാൾക്ക് കമ്മീഷനായിട്ട് കിട്ടുന്നത്. ഇനി ഇയാൾക്ക് കിട്ടുന്ന ബോണസും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് ഇയാളുടെ ടോട്ടൽ ഏർണിങ്സ് കിട്ടും. അപ്പോൾ ഈ ബോണസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബോണസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്? 10% ബോണസ് ബിസൈഡ് ദ കമ്മീഷൻ ഓൺ ദി നെറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഇവിടെ 10% ബോണസ് കിട്ടുന്നു. ഏതിൽ നിന്നും? ഓൺ നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% ആണ് കിട്ടുന്നത്. അതായത് ഈ 10% എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, 10%ൻ്റെ ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറഞ്ഞാൽ 1/10. ഓക്കെ, അപ്പോൾ നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% ആണ് ബോണസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ 10 എന്ന് പറയുന്നത് ഇത് നെറ്റ് പ്രോഫിറ്റ് ആണെങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് 10 യൂണിറ്റ്സ് ആണെങ്കിൽ 10ൻ്റെ 10% എന്ന് പറയുന്നത് 1 ആണ്. അപ്പോൾ ഈ 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇറ്റ് ഈസ് ബോണസ്. ഓക്കെ, അപ്പോൾ ബോണസ് പറഞ്ഞിട്ടുള്ള നെറ്റ് പ്രോഫിറ്റിൻ്റെ ഇതിലാണ്. സോ 10 യൂണിറ്റ്സ് നെറ്റ് പ്രോഫിറ്റ്, 1 യൂണിറ്റ് ബോണസും ആയിരിക്കും. ഓക്കെ, ഇനി നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റ് പ്രോഫിറ്റ് ഇസ് ഈക്വൽ ടു നെറ്റ് പ്രോഫിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്
ഇറ്റ് ഈസ് ദാ കമ്പനിക്ക് കിട്ടുന്ന ടോട്ടൽ പ്രോഫിറ്റ് ഇവിടെ പറഞ്ഞിട്ടുള്ള എന്താണ്, ആഫ്റ്റർ ചാർജിങ് സച്ച് ബോണസ് ഫ്രം ദ ടോട്ടൽ പ്രോഫിറ്റ്, അതായത് ടോട്ടൽ പ്രോഫിറ്റ് നിന്നും ബോണസ് കൊടുത്തതിന് ശേഷം, കുറച്ചതിന് ശേഷം കിട്ടുന്നതാണ് നെറ്റ് പ്രോഫിറ്റ്. ഓക്കെ, ഒന്നുകൂടെ പറയാം, ടോട്ടൽ പ്രോഫിറ്റ് മൈനസ് ബോണസ്, ഇതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 1,32,000. ഇവിടെ തന്നിട്ടുണ്ട് പ്രോഫിറ്റ് ആർ 1,32,000. സോ ഇറ്റ് ഈസ് ഇതിൻ്റെ എക്സാക്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 1,32,000 ആണ്. അപ്പോൾ ഇവിടെ നോക്കുക, അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഞാൻ പറഞ്ഞു 10% എന്ന് പറയുന്നത് 1/10 ആണ്. സോ 10 യൂണിറ്റ്സ് എന്ന് പറയുന്ന നെറ്റ് പ്രോഫിറ്റും 1 യൂണിറ്റ് എന്ന് പറയുന്നത് ബോണസുമാണ്. അപ്പോൾ ആ യൂണിറ്റിൻ്റെ കണക്ക് ഇവിടെ എഴുതുമ്പോൾ ബോണസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 1 യൂണിറ്റ്. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 10 യൂണിറ്റ്സ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ടോട്ടൽ പ്രോഫിറ്റിൻ്റെ യൂണിറ്റ് എത്രയായിരിക്കും? അതായത് ഇവിടെ എന്തായിരിക്കും ഫില്ല് ചെയ്യേണ്ടത്? അതായത് ഇത് 10 ആണ്. അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ ഉള്ളത് പ്ലസ് ഇത് ആഡ് ചെയ്താൽ എത്ര കിട്ടണം? മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടണം? 10 കിട്ടണം. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? ഇറ്റ് ഈസ് 11. അപ്പോൾ ടോട്ടൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 11 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അതിനർത്ഥം 11 യൂണിറ്റ്സ് എന്ന് പറയുന്നത് ടോട്ടൽ പ്രോഫിറ്റിൻ്റെ എക്സാക്റ്റ് വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 1,32,000. സോ 11 യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ 1,32,000. അങ്ങനെയാണെങ്കിൽ ഒരു യൂണിറ്റ് എത്രയായിരിക്കും? 1 യൂണിറ്റ് കറസ്പോണ്ട്സ് ടു 11ൻ്റെ മൾട്ടിപ്പിൾ ആണ് 132 എന്ന് പറയുന്നത്. കാരണം 12 ടൈംസ്. ഓക്കെ, കാരണം നമുക്ക് അതറിയാം. 11ൻ്റെ മൾട്ടിപ്പിൾ ഞാൻ നേരത്തെയും വീഡിയോസിൽ പറഞ്ഞു. 1, 2, 11 × 12 എന്ന് പറയുമ്പോഴത്തേക്കും 1 ഉം 2 ഇവിടെ എഴുതി, രണ്ടും കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും നടുക്ക് വരുന്നത് 132. അപ്പോൾ 132 കണ്ടപ്പോൾ തന്നെ മനസ്സിലായി 11ൻ്റെ മൾട്ടിപ്പിൾ ആണ്. സോ ഇറ്റ് ഈസ് 12,000. അപ്പോൾ ഈ 12,000 റുപ്പീസാണ് 1 യൂണിറ്റ്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ബോണസ് ആണ്. ബോണസ് എന്ന് പറയുന്നത് എത്രയാണ്? ഇറ്റ് ഈസ് 1 യൂണിറ്റ്. അപ്പോൾ 1 യൂണിറ്റ് ഇത് തന്നെയാണ് നമ്മുടെ ബോണസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ബോണസ് കിട്ടി. എത്രയാണ്? 12,000. സോ ആൻസർ എത്രയാണ്? ഇറ്റ് ഈസ് 2,12,000. ഇതായിരിക്കും ഇയാളുടെ ഏർണിങ്സ് എന്ന് പറയുന്നത്. ഏർണിങ്സ് ഓപ്ഷൻ സി. ഓക്കെ, അപ്പോൾ ഇവിടെ ജസ്റ്റ് ക്വസ്റ്റ്യൻ കുറച്ചൊന്ന് കൺഫ്യൂസിങ് ആണ്. അതായത് ടോട്ടൽ നെറ്റ് ബോണസ് കൊടുക്കുന്നതെന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റിൻ്റെ 10% ആണ്. ഇനി നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പ്രോഫിറ്റിൽ നിന്നും ബോണസ് കുറയ്ക്കുന്നതാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന പെർസെൻറ്റേജ് 10% ഫ്രാക്ഷൻ വാല്യൂ 1/10. അപ്പോൾ ഈ നെറ്റ് പ്രോഫിറ്റ് 10 ആണെങ്കിൽ ഇതിൻ്റെ 10% ആയിരിക്കും ബോണസ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 1. അപ്പോൾ ആ യൂണിറ്റ്സ് ഇവിടെ എഴുതി കഴിഞ്ഞാൽ റിമൈനിങ് വരുന്നത് നമുക്ക് അവിടെ നിന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ഇത്രയായിരിക്കും. അല്ലെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് പ്ലസ് ബോണസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രോഫിറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് 11 യൂണിറ്റ്സ്. അതിൻ്റെ എക്സാക്റ്റ് വാല്യൂ തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1 യൂണിറ്റ് എന്ന് പറയുന്നത് 12,000 ആയിരിക്കും. 1 യൂണിറ്റ് തന്നെയാണ് ബോണസ് എന്ന് പറയുന്നത്. സോ കമ്മീഷൻ പ്ലസ് ബോണസ് ആഡ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? ഏർണിങ്സ് ഓഫ് എ സെയിൽസ്മാൻ. റെഡി? അപ്പോൾ ഇത്രയാണ് നമുക്ക് സെയിൽസ് ആൻഡ് കമ്മീഷനിൽ ഉള്ള ക്വസ്റ്റ്യൻസ്. ഇനിയുണ്ട് ക്വസ്റ്റ്യൻസ്. ഇനി മാക്സിമം എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ ഓരോ ടൈപ്പിൻ്റെയും കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു ഓവറോൾ ഐഡിയ കിട്ടും. റിമൈനിങ് എക്സാമിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടും. ഇത് നന്നായിട്ട് ചെയ്ത് പഠിച്ചാൽ, ഇത് പഠിക്കുമ്പോൾ തന്നെ കൺസെപ്റ്റ് സെറ്റായിരിക്കും. കൺസെപ്റ്റ് വൺസ് റെഡി ആണെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെ മാറ്റി വന്നാലും നമ്മുടെ കയ്യിൽ ഐഡിയ ഉണ്ട്, കോൺസെപ്റ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഏത് ക്വസ്റ്റ്യൻസും ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം, കൂടെ കമൻറ്റും കൂടെയും ചെയ്യുക, എല്ലായിടത്തും ഷെയറും കൂടെയും ചെയ്യുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക, മാക്സിമം ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. താങ്ക് യു ആൾ. ബൈ.